എല്ലാവർക്കും നമസ്കാരം. നാളെ 2026 ജനുവരി 1 നാളെ രാവിലെ ഇതിൽ പറയാൻ പോകുന്ന നാളുകാരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കൈനീട്ടം വാങ്ങിയാൽ നിങ്ങൾക്ക് വർഷം മുഴുവനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായേക്കാവുന്ന ഒരു ചോദ്യം, ആളുടെ നാൾ നോക്കി നമ്മൾ കൈനീട്ടം വാങ്ങേണ്ടതുണ്ടോ? ആര് കൈനീട്ടം തന്നാലും ആ പൈസ 2 കൈ നീട്ടി മേടിക്കുകയല്ലേ ശരി എന്ന് നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ചോദിച്ചേക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യം 100% ശരിയാണ്. എങ്കിൽ പോലും ഈ 2026 വർഷത്തെ പ്രാരംഭ ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇതിൽ പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും കൈനീട്ടം മേടിച്ചാൽ അത് മറ്റുള്ള നക്ഷത്രക്കാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന കൈനീട്ടം പോലെ കേവലം വെറും ഒരു കൈനീട്ടമാകില്ല. ഇത് കൈപുണ്യമുള്ള കൈനീട്ടമാണ്. അതുകൊണ്ട് ആര് നിങ്ങൾക്ക് 1 കൈനീട്ടം തന്നാലും മേടിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ പറയാൻ പോകുന്ന നാളുകാരോട് നിങ്ങൾ പ്രത്യേകം അങ്ങോട്ട് ചോദിച്ച് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കൈപുണ്യം ഒന്ന് വേറെ തന്നെയാണ്. പറയാൻ കാരണം, അവർ മനസ്സറിഞ്ഞ് തന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവരെക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും വന്നു ചേരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, വർഷത്തിൽ 12 മാസവും 1 ഉണ്ടല്ലോ, അതുപോലുള്ള ഒരു 1 തന്നെയല്ലേ നാളത്തെ 1 എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. എന്നാൽ ഈ ചോദ്യത്തിനുള്ള കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉത്തരം, ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ കാണുന്ന പ്രകൃതി ഒരു പ്രത്യേക മാറ്റത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. അതിനാൽ അതിൽ അധിവസിക്കുന്ന നമ്മൾ മനുഷ്യർക്കും അതിൻ്റേതായ ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ഉണ്ടാകുന്നതും സ്വാഭാവികമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സുപ്രധാന മാറ്റങ്ങൾ പ്രകൃതിയിലും അതോടൊപ്പം നമ്മുടെ നിത്യജീവിതത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ അന്നേ ദിവസം രാവിലെ മുതിർന്നവരിൽ നിന്നും ഐശ്വര്യപ്രദമായ കൈനീട്ടം മേടിക്കണം എന്ന് പറയാൻ കാരണം, അങ്ങനെ ഒരു കൈനീട്ടം മേടിച്ചാൽ അത് നിങ്ങൾക്ക് ആ ഒരു വർഷം മുഴുവനും അതിൻ്റെ ആ ഒരു കൈപുണ്യം നിങ്ങളിൽ നിലനിൽക്കുന്നതായിരിക്കും. പറയാൻ കാരണം, മുൻപ് നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ അത് കയ്യിലിരിക്കുന്നിടത്തോളം കാലം ആ ഒരു ചില്ലിക്കാശ് നിങ്ങളുടെ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് സാരം. അതുകൊണ്ട് യാതൊരു കാരണവശാലും കൈനീട്ടം തരുന്ന ആ ഒരു നാണയം നിങ്ങൾ ചിലവാക്കി കളയരുത്, അത് സൂക്ഷിച്ചു വെച്ചോളണം. ഇനി നമുക്ക് ഈ പറഞ്ഞ ജ്യോതിഷ ഗണിതപ്രകാരം കൈനീട്ടം തരാനായിട്ട് കൈപുണ്യമുള്ള ആ നക്ഷത്രക്കാർ, അതായത് ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം അവരുടെ പ്രത്യേകതയും ചേർത്ത് പറയാം. ഇവിടെ നിങ്ങളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബത്തിലോ അയൽവക്കത്തോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ അവരിൽ നിന്ന് സ്നേഹപൂർവ്വം കൈനീട്ടം നിങ്ങൾ ചോദിച്ചു വാങ്ങണം. പറയാൻ കാരണം, ചോദിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതിൽ നിങ്ങൾ യാതൊരു മടിയും കാണിക്കേണ്ടതുമില്ല. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൈനീട്ടം സ്വീകരിക്കാവുന്ന ആ ഏറ്റവും ഉത്തമമായ നക്ഷത്രക്കാരിൽ വെച്ച് ഏറ്റവും ആദ്യം വരുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് ആദ്യ നക്ഷത്രമായ അശ്വതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ജ്യോതിഷപ്രകാരം വലിയ ഊർജ്ജസ്വലത ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുമാത്രവുമല്ല, ഈ തുടക്കങ്ങളുടെ നക്ഷത്രമായി ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് നിങ്ങളേത് പുതിയ കാര്യം ആരംഭിക്കുന്നതിന് ഒരു ഉയർച്ച ഉണ്ടാകും എന്നാണ് കാണുന്നത്. അടുത്തത് കാർത്തിക നക്ഷത്രം. അഗ്നിദേവൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായ വലിയ ഉയർച്ച ദൃശ്യമാകും. ഇവരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുന്നത് വഴി അവരുടെ ഐശ്വര്യം നിങ്ങളിലേക്കും എത്തുകയും അതിനെ തുടർന്ന് നിങ്ങളുടെ കടബാധ്യതകൾ ഒഴിയാനും ഈ കൊടുക്കൽ വാങ്ങൽ സാഹചര്യം നിങ്ങൾക്ക് വഴിയൊരുക്കും. ഇനി അടുത്തതായി വന്നിരിക്കുന്നത് മകീര നക്ഷത്രം. ഈ തമിഴ് ഭാഷയിൽ ഇതിനെ മൃഗശീർഷം എന്ന് അറിയപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് അന്വേഷണ പാടവം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഭാഗ്യം തേടി അലയുന്നവർക്ക് മകീര നക്ഷത്രക്കാരുടെ കൈപുണ്യം ഒരു വഴികാട്ടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി അടുത്തത് ആയില്യ നക്ഷത്രം. ബുധൻ്റെ നക്ഷത്രമായിട്ടുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ബുദ്ധിപരമായ നേട്ടങ്ങൾ കൂടും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇതിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പഠന കാര്യങ്ങളിലും, എന്നാൽ മുതിർന്നവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വ്യാപാരത്തിലും തീർച്ചയായും ഉയർച്ചയുണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു വളർച്ച ആഗ്രഹിക്കുന്നവർ ഇവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി അടുത്തത് ഉത്രം നക്ഷത്രം. സൂര്യൻ്റെ പ്രഭയുള്ള നക്ഷത്രം എന്നാണ് ഉത്രം നക്ഷത്രക്കാരെ നമ്മൾ പറയുക.
ഇതിന് കാരണം അധികാരവും ആത്മവിശ്വാസവും നൽകാൻ ഈ നക്ഷത്രക്കാരുടെ സാമീപ്യത്തിന് കഴിയുമെന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന നാണയം നിങ്ങളുടെ കീർത്തി വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രം. ഇത് വിശ്വകർമാവിൻ്റെ നക്ഷത്രമാണ്. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കലാകാരന്മാർക്കും ചിത്തിര നക്ഷത്രക്കാരുടെ കൈനീട്ടം ഏറ്റവും വലിയ വളർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രവുമല്ല, ഇവരിൽ നിന്നും കൈനീട്ടം നിങ്ങൾ മേടിച്ചാൽ എത്ര ഗതിയില്ലാത്ത നക്ഷത്രക്കാരനാണെങ്കിൽ പോലും അവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനം, സൗഭാഗ്യം എന്നിവ കയ്യിൽ വന്നു ചേരാനുള്ള യോഗമുണ്ടായിത്തീരും. ഇനി അടുത്തത് വിശാഖ നക്ഷത്രം. ദേവേന്ദ്രനും അഗ്നിയും അധിപന്മാരായിരിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ കീഴടക്കാനുള്ള എല്ലാവിധ യോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഭാഗ്യം പോലെ തന്നെയായിരിക്കും ഇവരുടെ കൈപുണ്യവും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും സഫലമാകാൻ വേണ്ടി ഇവരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കും നല്ല വർക്കത്തായിരിക്കും. ഇനി അടുത്തത് മൂലം നക്ഷത്രം. കെട്ടുറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ മൂലം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കാൻ മൂലം നക്ഷത്രക്കാരായ മുതിർന്നവരിൽ നിന്നും കൈനീട്ടം നിങ്ങൾക്ക് മേടിക്കാൻ സാധിച്ചാൽ നിലവിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുകയും തുടർന്ന് നല്ല മനസമാധാനവും അംഗീകാരങ്ങളും പ്രശസ്തിയും നിങ്ങൾക്ക് വന്നു ചേരും. ഇനി അടുത്തത് അവിട്ടം നക്ഷത്രം. ധനത്തിൻ്റെ അധിപനായ വസുക്കളുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ് ഈ പറഞ്ഞ അവിട്ടം നക്ഷത്രം. ഈ പേര് പോലെ തന്നെ സമ്പത്ത് വരാനും ഈ വന്ന സമ്പത്ത് നിലനിൽക്കാനും അവിട്ടം നക്ഷത്രക്കാരുടെ കൈനീട്ടം നിങ്ങൾക്ക് ഈ വർഷം വളരെ വിശേഷപ്പെട്ടതായിരിക്കും. മാത്രവുമല്ല, ഇവരിൽ നിന്നും കൈനീട്ടം മേടിച്ചാൽ വർഷം മുഴുവനും ഇടതോരാതെ പുരോഗതി നിങ്ങൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് വിദ്യാഭ്യാസം, ജോലി എന്നീ രംഗങ്ങളിലാണ് ഇവർ വളരെയധികം ശോഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ 2026 വർഷം ജനുവരി 1-ാം തീയതി കൈനീട്ടം ചോദിച്ച് മേടിക്കാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള നക്ഷത്രക്കാരായിട്ട് നമുക്കിവിടെ ജ്യോതിഷശാസ്ത്രപരമായി ഗണിച്ചപ്പോൾ കിട്ടിയത്. അതിന് പൂജാ കാര്യങ്ങളിലേക്ക് വന്നാൽ എല്ലാ ശനിയാഴ്ച തോറും നവഗ്രഹ പൂജയുണ്ട്. അതിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തരിക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.